ഇന്നത്തെ ലീഡേഴ്സ് മോർണിംഗിൽ ആരാണ് അതിഥിയായിട്ട് വരികയെന്ന് എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ എൻ്റെ പ്രേക്ഷകർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. വേറെ ആരുമല്ല, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷ ഡോക്ടർ ചിന്ത ജെറോമാണ് ഇന്ന് എനിക്കൊപ്പം അതിഥിയായിട്ട് ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിലുള്ളത്. ചിന്ത, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ് സേതു, എന്തുണ്ട്? സുഖമായിട്ടിരിക്കുന്നു? ഓ സുഖം സുഖം സുഖം. ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ഒത്തിരി സന്തോഷം. ഓ ചിന്ത, സംഘടനയുടെ 46 വർഷത്തെ ചരിത്രമാണ് തിരുത്തപ്പെടുന്നത്. വലിയൊരു ഉത്തരവാദിത്തമാണ്. എങ്ങനെയാ കാണുന്നത്? അതെ, അതൊരു ചരിത്രപരമായ നിമിഷം തന്നെയാണ്. കാരണം 46 വർഷത്തിന് ശേഷം ഒരു യുവതി അതിൻ്റെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഇത് വ്യക്തിപരമായി എൻ്റെ ഒരു മികവ് മാത്രമല്ല, അതിനകത്ത് തീർച്ചയായും ഇത്രയും കാലം ഈ സംഘടനയ്ക്കകത്ത് പ്രവർത്തിച്ച യുവതികളുണ്ട്, ജയിൽവാസം അനുഭവിച്ച ചെറുപ്പക്കാർ, അതുപോലെ തന്നെ സമരപോരാട്ടങ്ങളിൽ സജീവമായി ഇടപെട്ട യുവതികൾ, ത്യാഗനിർഭരമായ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പെൺകുട്ടികൾ, എല്ലാവർക്കും കൂടി ലഭിച്ചൊരു അംഗീകാരമായിട്ടാണ് ഞാനിത് കാണുന്നത്. എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആദ്യത്തെ വനിതയായിട്ടുള്ള സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ് ശ്രീമതി ടീച്ചറായിരുന്നു. അപ്പോൾ അന്നു മുതൽ സംഘടനയിൽ സ്ത്രീകൾക്ക് അംഗീകാരവും അതുപോലെ തന്നെ പ്രവർത്തിക്കാനുള്ള സാഹചര്യവും എല്ലാം നൽകുന്നുണ്ട്. പക്ഷെ കാലം മാറുന്നതനുസരിച്ച് അതിൻ്റെ നേതൃപദവികളിലേക്ക് കൂടുതൽ യുവതികളെ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ഡിവൈഎഫ്ഐ എല്ലാ ഘട്ടത്തിലും യുവതികൾക്ക് പ്രവർത്തിക്കാൻ നല്ലതുപോലെ. ഇത്രയും കാലം എന്തുകൊണ്ട് സംഘടന ഈ തലത്തിലേക്ക് വനിതകളെ ഉയർത്താൻ കുറച്ചൊന്ന് വൈകി? പിന്നെ മാത്രമല്ല, ഇത്തവണത്തെ നമ്മൾ ഈ സമ്മേളനം കഴിയുമ്പോഴത്തേക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു വനിത വരുന്നു, ഒരു യുവതി വരുന്നു. മാത്രമല്ല LGBTQ-വിനൊക്കെ പ്രാതിനിധ്യം കൊടുക്കുന്നു. ഒരു വലിയൊരു പൊളിച്ചെഴുത്താണ്. അത് കാലം ആവശ്യപ്പെടുന്നൊരു മാറ്റം തീർച്ചയായും എല്ലാ മേഖലകൾക്കകത്തും ഉണ്ടാകും. അതിൻ്റെ ഒരു പരിച്ഛേദമാണല്ലോ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ എന്നുള്ളത്. ഡിവൈഎഫ്ഐ കാലത്തിനനുസൃതമായ മുദ്രാവാക്യങ്ങളും കാലം ആവശ്യപ്പെടുന്ന തീരുമാനങ്ങളും കൈക്കൊണ്ടുകൊണ്ട് പോകുന്നൊരു സംഘടനയാണ്. ഞങ്ങളുടെ കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് തന്നെ ലേയ മറിയം എന്ന ട്രാൻസ്ജെൻഡർ വ്യക്തി അംഗമായിരുന്നു. ഇപ്പോഴത്തെ 92 അംഗ സംസ്ഥാന കമ്മിറ്റിയിൽ ക്യൂർ പ്രതിനിധിയായിട്ട് ഡോക്ടർ അനഖ്, തൃശ്ശൂർക്കാരനാണ്, PhD ബിരുദധാരിയാണ്, ഡോക്ടർ അനഖ് ഉണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലെയും ജനങ്ങൾക്ക്, എല്ലാ മേഖലയിലെയും യുവജനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ട് പ്രൊഫഷണൽ കമ്മിറ്റിയിൽ നിന്നും ആളുകൾ ഞങ്ങളുടെ സംസ്ഥാന സമിതിയിലുണ്ട്. അതുപോലെ തന്നെ അരികുവൽക്കരിക്കപ്പെടുന്ന മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വിഭാഗങ്ങളിൽ നിന്നും പ്രാതിനിധ്യം ഉറപ്പാക്കിയിട്ടുണ്ട്. സ്ത്രീകൾ 25 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ 7 വനിതകളാണുള്ളത്. അത് മതിയോ എന്ന് ചോദിച്ചാൽ അത് പോരാ, അതിൽ കൂടുതൽ വേണം. അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ തുടർന്നും കൈക്കൊണ്ടുകൊണ്ട് കൂടുതൽ തുല്യതയിലേക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനാണല്ലോ നമ്മൾ നേതൃത്വം നൽകുക. അപ്പോൾ അതിന് എല്ലാ വിഭാഗത്തിൻ്റെയും അംഗീകാരവും എല്ലാവരുടെയും പങ്കാളിത്തത്തോടും കൂടി ഞങ്ങൾ മുമ്പോട്ട് പോകും. അപ്പോൾ ഇത്രയും കാലം സംഘടനയെ കൊണ്ടുവരുന്നത് നമ്മുടെ വസീഫിക്കയും സനോജേട്ടനും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സമിതിയായിരുന്നു. നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന, സമൂഹത്തിന് മാതൃകയാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം വയനാട്ടിലെ വീട് നൽകിയത് തുടങ്ങി എത്രയോ പദ്ധതികൾ ഡിവൈഎഫ്ഐ ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ തുടർച്ചയെന്നോണം അവരുടെ അടുത്ത പിൻഗാമിയായിട്ടാണ് ചിന്ത വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉപദേശമൊക്കെ തന്നിരുന്നോ? പിന്നെ നിരന്തരമായ അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കേട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. ഞാൻ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുമ്പം ഷംസീർ കെ സ്വരായേട്ടനുമായിരുന്നു. അവരുടെ കമ്മിറ്റി തൊട്ട് പിന്നീട് ഷംസീർ സഖാവും സ്വരാജ് സാവും ഉള്ള കമ്മിറ്റി മുതൽ ഉള്ള കമ്മിറ്റികളിൽ ഞാൻ അംഗമായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാ ഒരു നേതൃപാടവം, ഇവരൊക്കെ കമ്മിറ്റിയെ കൈകാര്യം ചെയ്യുന്നൊരു രീതി, ഓരോ വിഷയങ്ങൾക്കകത്ത് സ്പോണ്ടേനിയസ് ആയി ഇടപെടുന്നത്, അഭിപ്രായം പറയുന്നത്, ഒരു തീരുമാനമാക്കി ഒരു സമരത്തെ മാറ്റാൻ വേണ്ടി സമരമുഖത്തെടുക്കുന്ന ഒരു ആർജവം, ഇതൊക്കെ ഞാൻ എൻ്റെ മുമ്പ് വന്നിട്ടുള്ള നേതൃത്വത്തിൽ നിന്നാണ് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. തുടർന്ന് റഹീം സഖാവും സതീശേട്ടനുമായിരുന്നു. ഇപ്പോൾ ഏറ്റവും അടുത്ത് ഒരുമിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചത് സനോജേട്ടനും വസീഫ് സഖാവുമായിട്ടാണ്. വളരെ അടുത്ത സൗഹൃദമാണ്, കുടുംബങ്ങളുമായിട്ടുമെല്ലാം പടരുന്ന സൗഹൃദമാണുള്ളത്. സനോജ് സഖാവ് വളരെ സൗമ്യനും ശാന്തനുമാണ്. എന്നാൽ വസീഫ് സഖാവ് കുറച്ചുകൂടി ഫ്രണ്ട്ലിയായി എല്ലാവരോടും ഇടപെടുന്ന മറ്റൊരു ഞാൻ ഇങ്ങനെ മിണ്ടുള്ളൂ, അങ്ങനെ ശാഠ്യമുള്ള കൂട്ടത്തിൽ കൂടെ ആണല്ലോ.
പക്ഷെ വളരെ ശാന്തമായി എന്നാൽ വളരെ ധീരമായി വളരെ കയ്യൊതുക്കത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു നേതാവായിരുന്നു സനോജ് സഖാവ്. വസീഫ് സഖാവിൻ്റെ ശൈലി മറ്റൊരു നിലയിലാണ്. യൂണിറ്റ് വരെയുള്ള സഖാക്കളെ കൂട്ടിപ്പിടിക്കുകയും ചേർത്ത് പിടിക്കുകയും എല്ലാം ചെയ്യുന്ന വളരെ സൗഹൃദം നിറഞ്ഞ ഒരു സ്വഭാവത്തിലാണ് വസീഫ് സഖാവ് സംഘടനയെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടുകാരനായിരുന്നു ട്രഷറർ അരുൺ ബാബു സഖാവ്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നൊരു കമ്മിറ്റിയായിരുന്നു ഞങ്ങളുള്ളത്. ഇപ്പോൾ വന്നിരിക്കുന്ന ടീമും ഞങ്ങൾക്ക് വളരെ അടുപ്പമുള്ളൊരു വളരെ ബന്ധമുള്ളൊരു ഇതാണ്. കാരണം തൃശ്ശൂർ നടന്ന SFIയുടെ സംസ്ഥാന സമ്മേളനത്തിലാണ് ഞാൻ SFIയുടെ വിദ്യാർത്ഥി ജീവിതത്തിൽ നിന്നും വിടവാങ്ങുന്നത്, വിദ്യാർത്ഥി സംഘടനാ ജീവിതത്തിൽ നിന്നും. അന്ന് SFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയ ആൾ, തൃശ്ശൂർ വെച്ച് സ്റ്റേറ്റ് സെക്രട്ടറി ആയ ആളാണ് വിജിൻ MLA. അപ്പോൾ വിജിനും ഞാനും വളരെ ചെറുപ്പം മുതലുള്ള സൗഹൃദമാണ്. വിജിൻ ബാലസംഘത്തിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു, SFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയി, പിന്നീടിപ്പം DYFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുകയാണ്. അങ്ങനെ ഒരു എല്ലാ സംഘടനയുടെയും സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് എത്തിയ ഒരാളാണ് വിജിൻ. അപ്പോൾ വിജിനുമായിട്ട് ദീർഘകാലത്തെ സൗഹൃദമുണ്ട്. പിന്നെ ഈ കമ്മിറ്റിയിലുള്ള എല്ലാ സഖാക്കളും വിദ്യാർത്ഥി കാലം തൊട്ട് ഞങ്ങളെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്, പുതിയ ഈ കമ്മിറ്റിയിലുള്ളവർ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു കോർഡിനേഷനും ആ ഒരു മാനസിക ഐക്യത്തോടും കൂടി മുമ്പോട്ട് പോകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അങ്ങനെ തന്നെ കഴിയട്ടെ. ഇപ്പോൾ പ്രായപരിധി മാനദണ്ഡം കർശനമാക്കിയിട്ടുണ്ട് സംഘടന. ചില പേരുകൾ തഴയപ്പെട്ടു എന്ന ചർച്ചകൾ ഒരു ഭാഗത്തുണ്ടാവുകയും ചെയ്തു. എല്ലാ സഖാക്കളിൽ നിന്നും വലിയ പിന്തുണയാണോ കിട്ടുന്നത്? തീർച്ചയായും അങ്ങനെ ഒരു പ്രായപരിധി എന്നൊന്നും മാധ്യമ വാർത്തകളിലൂടെയാണ് ഞങ്ങളും കാണുന്നത്. DYFIയുടെ ഭരണഘടന ആർക്കും വായിക്കാൻ കഴിയുന്നതാണ്. അതിൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ് DYFIക്കകത്ത് പ്രവർത്തിക്കാൻ പറ്റുന്നത്. 40 വയസ്സ് വരെയുള്ള ആർക്കും ഈ സംഘടനയുടെ ഭാഗമായിട്ട് വരാം. അതിൽ നിന്ന് താഴോട്ടോ മേളിലോട്ടോ ഒരു പ്രായപരിധിയൊന്നും എവിടെയും നിശ്ചയിച്ചിട്ടില്ല. ഞങ്ങളും അത്ഭുതപ്പെട്ടു ഇങ്ങനെ മാധ്യമ വാർത്തകൾ വരുമ്പോൾ, എന്താണ് ഇങ്ങനെ വാർത്ത വരുന്നതെന്നുള്ള നിലയിൽ. പക്ഷേ അത് വസ്തുതയല്ല. 40 വയസ്സാണ് DYFIയിൽ പ്രവർത്തിക്കാനുള്ള പ്രായപരിധി. ഓക്കെ, ഇപ്പം ഷാജർ അദ്ദേഹം നേതൃപദവിയിലേക്കൊക്കെ പറഞ്ഞു കേട്ടൊരു പേരായിരുന്നു. വിടവാങ്ങൽ പ്രസംഗം നടത്താതെ വിതുമ്പുന്നതും കണ്ടിരുന്നു. അതിനുശേഷം അദ്ദേഹവുമായിട്ട് ചിന്ത സംസാരിച്ചിരുന്നോ? അതൊക്കെ മറ്റൊരു തലത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വഴിവെച്ചു എന്നുള്ളതാണ്. ഒരു ദീർഘകാലമായി പ്രവർത്തിച്ചൊരു സംഘടനയുടെ പ്രവർത്തനത്തിൽ നിന്ന് വിടവാങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വൈകാരികമായൊരു നിമിഷമാണ്. നമ്മൾ വാചാലമായി സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ആ ഒരു നിമിഷത്തെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ സങ്കടമുള്ളൊരു കാര്യമാണ്. ഈ സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് വിടവാങ്ങുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പെയിൻഫുള്ളായ മൊമെൻറ്റ്സിൽ ഒന്നായിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നത് അന്നത്തെ SFIയുടെ തൃശ്ശൂർ സമ്മേളനത്തിൽ നിന്നും കാരണം അത് ആ വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിൽ നിന്നും നമ്മൾ ആ സംഘടനാ പ്രവർത്തനത്തിൽ നിന്നും മാറുക എന്ന് പറഞ്ഞാൽ, അന്ന് SFIയുടെ പ്രവർത്തനത്തിൽ നിന്നും സംഘടനാ പ്രവർത്തനത്തിൽ നിന്നും മാറുന്ന ആ ഒരു സമയം അന്ന് എനിക്കത് വലിയ പെയിൻഫുള്ളായൊരു നിമിഷമായിരുന്നു. അതുപോലെയാണ് എല്ലാ സഖാക്കളെ സംബന്ധിച്ചും. ഷാജർ സഖാവും ഞാനും കൊടിമര ജാഥയിൽ ഞാൻ ക്യാപ്റ്റനും അദ്ദേഹം മാനേജരുമായിരുന്നു. ദിവസങ്ങളോളം ഞങ്ങൾ ഒരുമിച്ച് യാത്രയെല്ലാം ചെയ്താണ് തൃശ്ശൂരിലേക്ക് വന്നത്. അതിനുശേഷം അദ്ദേഹം പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. പൊതുസമ്മേളനത്തിൽ നിന്നും ഷേക്ക് ഹാൻഡ് കൊടുത്താണ് അദ്ദേഹവുമായി ഞങ്ങൾ പിരിയുന്നത്. യൂത്ത് കമ്മീഷൻ്റെ ചെയർമാൻ എന്ന പദവി എനിക്ക് ശേഷം ചെയർപേഴ്സൺ എന്ന പദവി വഹിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോഴും അദ്ദേഹം യൂത്ത് കമ്മീഷൻ്റെ ചെയർപേഴ്സണാണ്. അപ്പോൾ ഞങ്ങളെല്ലാം ആ ഒരു സൗഹൃദവും ബന്ധവും എല്ലാം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അല്ലാതെ ആ സമയത്ത് സംഘടനയിൽ നിന്ന് വിടവാങ്ങുന്നതിൻ്റെ പ്രയാസത്തിൽ അദ്ദേഹത്തിന് വാക്കുകൾ പുറത്തേക്ക് വരാതെ ഉണ്ടായ പ്രയാസമാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇന്നലെ പൊതുസമ്മേളനമൊക്കെ കഴിഞ്ഞ് ഒരുപാട് രാത്രിയായാണ് വന്നത്. ഷാജർ സഖാവ് ഏറ്റവും നല്ലൊരു കോംറേഡായിട്ട് ഞങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ, ചിന്ത ഇപ്പോൾ ഇനി സമരം നടത്തേണ്ട ഒരു കാലം കൂടിയാണ് വരാൻ പോകുന്നത്. ഭരണം മാറിയതിനു ശേഷം നേതൃത്വത്തിലേക്ക് വരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനം ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കി അതിലെ പ്രതിഷേധങ്ങൾ ആസൂത്രണം ചെയ്ത് വിജയിപ്പിക്കേണ്ടതൊക്കെ ഒരു വെല്ലുവിളിയായി തോന്നുന്നുണ്ടോ? എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ഞങ്ങൾ ഈ പുതിയ കാലത്തിൻ്റെ സാധ്യതകളെയും വെല്ലുവിളികളെയും ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും സമാധാനപരമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ സമരം ഏത് രൂപത്തിലേക്ക് മാറും എന്നുള്ളത് ഞങ്ങളല്ല യഥാർത്ഥത്തിൽ തീരുമാനിക്കുക. എങ്ങനെ സമരത്തെ നേരിടുന്നു എന്നുള്ള ഭരണകൂടമാണ്. പലപ്പോഴും സമരങ്ങളെ ഏറ്റവും ക്രൂരമായി നേരിടുന്ന ഒരു നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ തീവ്രമായ സമരങ്ങളിലേക്കും തെരുവുകളിലെ വലിയ പോരാട്ടങ്ങളിലേക്കും പോകേണ്ടതായിട്ട് വരും.
യുവജനപക്ഷ നിലപാടെടുത്തുകൊണ്ട് യുവജനങ്ങൾക്ക് ആവശ്യമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ തീർച്ചയായും ഇന്നലകളിലെ പോലെ തന്നെ ഇന്നലകളിൽ നടത്തിയ സമരങ്ങളും ഇന്നലകളിൽ നടത്തിയ സാമൂഹ്യ പ്രവർത്തനങ്ങളും അതുപോലെ തുടർന്നുകൊണ്ട് മുമ്പോട്ട് പോകും. പുതിയ 2 പദ്ധതികൾ കൂടി സംസ്ഥാന സമ്മേളനത്തിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹെലോ ടു AI എന്ന് പറയുന്നൊരു പദ്ധതിയാണ്. പുതിയ AI-യുടെ ഡെവലപ്മെൻറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം നിൽക്കുമ്പോൾ യുവജനങ്ങൾ അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഹെലോ ടു AI എന്ന് പറഞ്ഞൊരു പദ്ധതി. അതുപോലെ തന്നെ ഹൃദയതാളം എന്ന് പറയുന്നത് ഇപ്പം ജീവിതശൈലി രോഗങ്ങളുടെയൊക്കെ ഭാഗമായി ഒരുപാട് മനുഷ്യർക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകുന്ന മനുഷ്യനെ തൊട്ടടുത്ത് കണ്ടാൽ എന്താണ് ചെയ്യേണ്ടതെന്നതിനെ സംബന്ധിച്ചൊരു ധാരണ പുതിയ തലമുറയ്ക്ക് വേണം. അപ്പോൾ CPR നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കകത്ത് നല്ല പരിശീലനം നേടിയ ഒരു പറ്റം ചെറുപ്പത്തെ നമ്മുടെ സംസ്ഥാനത്ത് രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഹൃദയതാളം എന്ന് പറയുന്ന പദ്ധതി. അത് രണ്ടും ഞങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ തുടർ പ്രവർത്തനങ്ങൾ, കൂടുതൽ ആലോചനകളെല്ലാം നടത്തി അത് നല്ലതുപോലെ കൊണ്ടുപോകും. ഒപ്പം നമ്മൾ തുടർന്ന് വരുന്ന ഹൃദയപൂർവ്വം പദ്ധതി, ലൈവ്, അതുപോലെ നമ്മുടെ YLF, മവാസോ, ഇത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു തുടർച്ച ഈ കമ്മിറ്റിയിലും ഉണ്ടാകും. ഓക്കെ ചിന്ത, അപ്പം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാം. പക്ഷെ അതിന് മുമ്പ് ഓണമാണ്. ഇത്തവണ DYFIയുടെ സംസ്ഥാന അധ്യക്ഷ ആയതിനു ശേഷമുള്ള ആദ്യ ഓണക്കാലം കൂടിയാണ്. എന്താ ഓണവിശേഷങ്ങൾ? DYFIയുടെ സംസ്ഥാന അധ്യക്ഷയായതിനു ശേഷമുള്ള ഓണം അതിന് മുമ്പുള്ള ഓണം അങ്ങനെയൊന്നും വ്യത്യാസമില്ല. കാരണം ഇതൊരു ഉത്തരവാദിത്വമാണല്ലോ. നേരത്തെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ പ്രസിഡൻ്റായി. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി പോകുന്നു. അതിൽ പല പല ഉത്തരവാദിത്തങ്ങൾ വരും. ഓണം എല്ലാ കാലത്തും വളരെ പ്രിയപ്പെട്ടതാണ്, എല്ലാ മലയാളിയും പോലെ. ഇപ്പം ഞാനും അമ്മയും തൃശ്ശൂരാണുള്ളത്. സമ്മേളനം കഴിഞ്ഞ് ഇന്ന് തൃശ്ശൂരിൽ നിന്ന് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നിവിടെ തൃശ്ശൂർ ഒരു സാംസ്കാരിക നഗരിയാണല്ലോ. ഇവിടെ ഓണത്തിൻ്റെതായ കുറേ വ്യത്യസ്തമായ ആഘോഷങ്ങളും സവിശേഷതകളും ഉണ്ട്. കൊല്ലത്തിൻ്റെ നിന്നും വ്യത്യസ്തമാണ് തൃശ്ശൂരിലെ ഓണം. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വലിയ പൂക്കളമെല്ലാം നമ്മുടെ തൃശ്ശൂർ റൗണ്ടിലുണ്ട് എന്ന് നിങ്ങളുടെ തന്നെ ക്യാമറാമാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണണം. ഇവിടുത്തെ ഓണത്തിൻ്റെ ഒരു സവിശേഷതകൾ മനസ്സിലാക്കണം. നമ്മുടെ DYFIയുടെ പ്രവർത്തകരുടെയൊക്കെ വീടുകളിൽ ഇന്ന് ഓണത്തിൻ്റെ ആരംഭമായിട്ടുള്ള സദ്യയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി ഭക്ഷണം കഴിച്ച് തൃശ്ശൂർ സദ്യ കഴിക്കണം. നാളെ കൊല്ലത്തേക്ക് എത്തുകയാണ്. കുറേ അധികം വർഷങ്ങളായി ഞങ്ങളുടെ ഉത്രാടവും ഓണവും ഒക്കെ കൊല്ലത്ത് ജില്ലാ ആശുപത്രിയിൽ അവിടെ സദ്യ കൊടുക്കും. ഉച്ചഭക്ഷണം എന്നുള്ളത് ഓണ ദിവസങ്ങളിൽ സദ്യയായിട്ടാണ് DYFI നൽകുന്നത്. അപ്പോൾ അവിടേക്ക് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ ചിന്ത, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഇപ്പോൾ ചിന്തയുടെ ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ സേതുവിന് ഹാപ്പി ഓണം. അല്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് പോസിറ്റീവായിട്ട് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എവിടെ വെച്ച് കണ്ടാലും ഭയങ്കര ഓപ്പണായിട്ട് നമ്മുടെ ഒരു ഏറ്റവും അടുത്തൊരു സുഹൃത്തിനോടൊക്കെ വന്ന് മിണ്ടുന്ന പോലെ വന്ന് മിണ്ടാൻ പറ്റുന്നതാണ്. അത് എവിടെയാണെങ്കിലും, ഇപ്പം ഓൺ സ്ക്രീൻ ആണെങ്കിലും ഓഫ് സ്ക്രീൻ ആണെങ്കിലും. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി എപ്പോഴും ചിന്ത കീപ്പ് ചെയ്യുന്നുണ്ട്. അതിന് ഒരുപാട് സന്തോഷം. പുതിയ ചുമതലയാണ്. അപ്പോൾ അത് വളരെ നന്നായിട്ട് തന്നെ നിറവേറ്റാൻ സാധിക്കട്ടെ. ഒപ്പം ഈ ഓണക്കാലം അത് അടിപൊളിയാകട്ടെ. താങ്ക് യു ചിന്ത, ആൻഡ് വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സേതു. എൻ്റെ ഇന്നത്തെ ദിവസത്തെ രാവിലെ വളരെ വൈബാക്കി തന്നതിന് സേതുവിനും നന്ദി. ന്യൂസ് മലയാളത്തിൻ്റെ പ്രേക്ഷകർക്കും നന്ദി. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ DYFIയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷയാണ് ചിന്ത. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയൊരു ചരിത്രം വഴിമാറി വരുമ്പോഴത്തേനും അത് ഭയങ്കര പോസിറ്റീവ് അല്ലേ? നന്നായി എല്ലാവരും കാലാനുസൃതമായ മാറ്റങ്ങൾ എല്ലാ മേഖലകളിലും ഉണ്ടാകണം അല്ലേ? അപ്പം ഉണ്ടായി വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഇനി അതിനൊരു തുടർച്ച ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പം ചരിത്രപരമായ ഒരു തീരുമാനമാണ്. അതിനെ വളരെ ഭംഗിയായിട്ട് തന്നെ ആ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ചിന്തയ്ക്ക് കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്.